അയോധ്യയിൽ ധ്വജാരോഹണ ചടങ്ങ്, പതാക ഉയർത്തൽ ചടങ്ങ് അല്പസമയത്തിനകം നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS സർസംഘചാലക് മോഹൻ ഭാഗവതും ഇപ്പോൾ അയോധ്യയിൽ സന്ദർശനം നടത്തുകയാണ്. ക്ഷണിക്കപ്പെട്ട വലിയൊരു സദസ്സും തത്സമയ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നു. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നേരത്തെ റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി. അതിനുശേഷമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. 2020 നിർമ്മാണം ആരംഭിച്ച പ്രധാന മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിച്ച പ്രധാനപ്പെട്ട മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പതാക ഉയർത്തൽ ചടങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. जीवन में किसी भी तरह का क्लेश नहीं था. आज कलयुग में हम सिर्फ उसकी कल्पना कर सकते हैं, लेकिन त्रेता युग में 11,000 वर्षों तक भगवान श्री राम ने माता सीता के साथ അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാകേത് കോളേജിൽ നിന്ന് റോഡ് ഷോ തുടങ്ങി. അയോധ്യ ധാം വരെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അയോധ്യയിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത ക്ഷേത്രങ്ങളുമൊക്കെ സന്ദർശനം നടത്തുന്നുണ്ട്. ബി ബാലഗോപാലന്റെ ബാലു, ഈ സന്ദർശനം എത്ര സമയം നീണ്ടു നിൽക്കും? ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്താണ്? വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായ വിവരങ്ങൾ ഉൾപ്പെടെ നേരത്തെ വന്നതാണ്. പങ്കെടുക്കുന്ന മറ്റു പ്രമുഖരാരെല്ലാമാണ്? യതീഷ്, ഈ സന്ദർശനം ഏതാണ്ട് 1 മണി വരെ നീണ്ടു നിൽക്കുവാനാണ് സാധ്യത. കാരണം പ്രധാനമന്ത്രി 11:50 കഴിയുമ്പോഴുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഈ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ പണി പൂർത്തിയായിരിക്കുന്ന ശ്രീരാമക്ഷേത്രത്തിൽ ഈ കാവ്യ പതാക ഉയർത്തുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ അയോധ്യയിലെ ഈ ക്ഷേത്ര അങ്കണത്തിൽ തന്നെയുള്ള ക്ഷേത്രത്തിന് സമീപത്ത് ഒരുക്കിയിരിക്കുന്ന വേദിയിലെത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. ഏതാണ്ട് 7,000-ഓളം പേർക്കാണ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ക്ഷണം ലഭിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതലും ഈ അയോധ്യ അവധ് മേഖലകളിൽ നിന്നുള്ളവർക്കാണ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഈ അനുമതി ലഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സാന്നിധ്യം RSS സർസംഘചാലക് മോഹൻ ഭഗവത്തിൻ്റെതാണ്. അദ്ദേഹമാണ് പ്രധാനമന്ത്രിക്കൊപ്പം നേരത്തെ ഈ ക്ഷേത്രത്തിൽ നടന്ന പൂജാ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിരുന്നത്. റോഡ് ഷോയ്ക്കു ശേഷം അയോധ്യയിലെ ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. ഇതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഈ അയോധ്യ രാമക്ഷേത്രത്തിൽ എത്തിയത്. തുടർന്ന് പ്രധാനമന്ത്രി RSS സർസംഘചാലകായ മോഹൻ ഭഗവത്തിനോടൊപ്പം ക്ഷേത്രത്തിനുള്ളിൽ എത്തുകയും അവിടെ പൂജയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. ഈ പണി പൂർത്തിയായ ക്ഷേത്രം ഇരുവരും ഈ നോക്കിക്കാണുകയും ചെയ്യുകയും ചെയ്തിരുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള പ്രമുഖരും ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഈ അയോധ്യയിൽ ഉണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി അയോധ്യയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം ഈ NIA-യും അതുപോലെ തന്നെ വിവിധ അന്വേഷണ ഏജൻസികളുമൊക്കെ നടത്തിയിരുന്ന അന്വേഷണത്തിൽ ഈ പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിൽ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഈ ഭീകരർ ലക്ഷ്യമിട്ടിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. അവരിൽ നിന്ന് ലഭിച്ച നോട്ട് ബുക്കിൽ ഡയറികളിലും പേഴ്സണൽ ഡയറിയിലുമൊക്കെ ഈ ചടങ്ങിൽ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെക്കാൻ അവർ നിശ്ചയിച്ചിരുന്നു, അതായത് ഭീകരർ നിശ്ചയിച്ചിരുന്നു എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയ്ക്കും അതുപോലെ തന്നെ അയോധ്യയുടെ അയൽ ജില്ലകളിലുമൊക്കെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 6,500-ലധികം സുരക്ഷാ സൈനികരെയാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഇതിൽ NSG കമാൻഡോകളുണ്ട്, അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ആൻറ്റി ടെററിസം ഫോഴ്സിൻ്റെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, ഈ സൈബർ എക്സ്പേർട്സുകളെ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ 6,000-ലധികം പേരെയാണ് ഈ ചടങ്ങ് ഇവിടുത്തെ സുരക്ഷയ്ക്കായി ഇന്ന് അയോധ്യയിൽ മാത്രം വിന്യസിച്ചിരിക്കുന്ന വലിയൊരു സുരക്ഷാ ബന്ദോബസ്ത് തന്നെ അയോധ്യയിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ തന്നെ അയോധ്യ ധാം വരെ അദ്ദേഹം ഒരു റോഡ് ഷോ നടത്തിയിരുന്നു. റോഡിന് ഇരുവശത്തും പ്രധാനമന്ത്രിയെ കാണുന്നതിനായി നിരവധി പേരായിരുന്നു ഒത്തുചേർന്നിരുന്നത്. നേരത്തെ ഈ 2000 ശരി, അയോധ്യയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് എത്തുമ്പോൾ തിരികെ എത്താം. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.